വീട്ടുകാർ പലരും കൂടി അറിഞ്ഞിട്ടുള്ള കളിയായത്. 5 ദിവസത്തിനുള്ളിൽ ഫയൽ എന്റെ മുന്നിലെത്തണം. നന്ദേട്ടനെ ഞാൻ കണ്ടുപിടിച്ചേർത്തെ. നന്ദനെ കൊടുക്കാൻ വേണ്ടി ദേവിക, രക്ഷിക്കാൻ ഈ ഞാൻ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ സുഗമോ ദേവി പുതിയ പ്രമോല് നമ്മുടെ ദേവികനെ പാർട്ടിയുടെ മെയിൻ നേതാവുണ്ടല്ലോ അദ്ദേഹം വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടുകാരൊക്കെ കൂടി ചേർന്നാണ് ഈ പൊട്ടങ്ങൾ കളിക്കുന്നത്. ആ ഫയൽ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടിയേ പറ്റൂ. 24 മണിക്കൂറിനുള്ളിൽ ആ ഫയൽ ഇവിടെ എത്തിയിരിക്കണം, അല്ലെങ്കിൽ ദേവികയുടെ സ്ഥാനം തെറിക്കും എന്നൊക്കെ പറഞ്ഞ് ദേവിക എന്നെ ഭീഷണിപ്പെടുത്തി വിടുവാട്ടോ. അപ്പൊ ദേവികയാണെങ്കിൽ പോലീസിനൊക്കെ ഏർപ്പാടാക്കുകയാണ്. പോലീസ് അന്വേഷിച്ച് നന്ദുവിനെ കണ്ടെത്തട്ടെ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നമ്മുടെ ദേവികയുടെ പോക്ക്. അപ്പൊ ഇത് നമ്മുടെ നന്ദൻ അറിയുന്നുണ്ട്. അപ്പൊ നന്ദനൊപ്പം നമ്മുടെ ഇസബല്ല ഉണ്ടല്ലോ, അപ്പൊ ഇസബല്ല പറയുന്നുണ്ട്, നന്ദുവിനെ തകർക്കാൻ ദേവിക ശ്രമിക്കും, പക്ഷേ നന്ദുവിനെ രക്ഷിക്കാൻ ഈ ഇസബല്ല ഉണ്ടാവും കൂടെ എന്നും പറഞ്ഞ് നമ്മുടെ നന്ദന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വരുവാട്ടോ. അപ്പൊ അപ്പുറത്ത് നമ്മുടെ ശാരി ദേവികനെ വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ നന്ദേട്ടനെ പെട്ടെന്ന് കണ്ടെത്തി തരട്ടെ എന്നും പറഞ്ഞ് ശാരിക ആരൊക്കെയോ വിളിക്കാൻ പോകുന്നുണ്ട്. മിക്കവാറും കെവിനെ ആയിരിക്കും അല്ലെ കൂട്ടുകാരെ. ഏറ്റവും ലാസ്റ്റ് ഉണ്ടല്ലോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ഋഷി ആരുടെയോ വിളി കേട്ട് അല്ലെങ്കിൽ കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേട്ട് എണീക്കുന്നുണ്ട്. ഇനി അവിടെ എന്തായി തീരും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം അല്ലെ. പ്രഭാവതി ആ സത്യങ്ങളൊക്കെ അറിയുന്ന നിമിഷമായിരിക്കുമോ ഇനി വരാൻ പോകുന്നത് അല്ലെ കൂട്ടുകാരെ. കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.